നമസ്കാരം, എല്ലാവർക്കും അട്രാക്ട് യുവർ ഡ്രീംസ് വിത്ത് സമന്യ എന്ന നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒന്നാണ്. സ്പെഷ്യൽ എന്ന് പറയാൻ കാരണം പേഴ്സണൽ കൺസൾട്ടേഷൻ ഉള്ളത് കൊണ്ട് കുറേ അധികം പേര് എന്നോട് ചോദിച്ചിട്ടുള്ള കാര്യമാണ്. ഓഫീസ് പൊളിറ്റിക്സ് എന്ന് വെച്ചാൽ കേട്ടിട്ടില്ലെങ്കിൽ അത് എന്താണെന്ന് പറയാം. നമ്മൾ ജോലി ചെയ്യുന്ന ഒരു എൻവയൺമെൻറ്റ്, അതായത് ആ ഒരു ഓഫീസിൻ്റെ ഒരു പരിസരം, അതിൻ്റെ ഉള്ളിലെ ആളുകൾ, നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നവർ, അവരൊക്കെ നമ്മളോട് ഏറ്റവും നല്ല രീതിയിലാണെങ്കിലാണ് നമുക്ക് ജോലിക്ക് പോകാനും ചെയ്യാനും ഒക്കെ ഒരു മടുപ്പില്ലാണ്ടിരിക്കുള്ളൂ. അതേസമയം ഒട്ടും സപ്പോർട്ടീവ് അല്ലാത്ത ഓഫീസ് കൊളീഗ്സ്, നമ്മുടെ കൂടെയുള്ള സഹപ്രവർത്തകർ നമുക്ക് ഒട്ടും സപ്പോർട്ടല്ല, അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് ആ ജോലിയോടൊരു വളരെ വലിയൊരു മടുപ്പായിരിക്കും. വേറെ നിവൃത്തി ഇല്ലാത്തത് കൊണ്ട് ഓഫീസിൽ പോവുക എന്നുള്ളൊരു ഫീലിങ്സ്, അങ്ങനെയാണ് നമുക്ക് ജോലിക്ക് പോകാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഇതേ പ്രശ്നം കൊണ്ട് എന്നെ കോൺടാക്ട് ചെയ്ത 2-3 പേരുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് ഞാൻ പറഞ്ഞു കൊടുത്തൊരു ടിപ്പ്, അവരത് ചെയ്തു, വളരെയധികം എഫക്റ്റായി, മാറ്റങ്ങളുണ്ടായി എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ആ ടിപ്പ് നിങ്ങൾക്കും പറഞ്ഞു തരാമെന്ന് വിചാരിച്ചു. ഒരു ഓഫീസിൽ നമ്മളെല്ലാവരും മോസ്റ്റ്ലി എല്ലാവരും ഇപ്പോൾ ജോലിക്ക് പോകാത്ത ആരും ഉണ്ടാവില്ല. പക്ഷെ എല്ലാവർക്കും ഒരു ഹാപ്പി ആയിട്ടുള്ളൊരു ഓഫീസ് സറൗണ്ടിങ്സ്, ഒരു അറ്റ്മോസ്ഫിയർ ഒന്നും എല്ലാവർക്കും കിട്ടാറില്ല. ഇനി കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഭാഗ്യവാന്മാർക്കാണ്. ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് വർക്ക് ചെയ്യാൻ സാധിച്ചാൽ നമുക്ക് നമ്മുടെ പകലുകളൊക്കെ വളരെ മനോഹരമായി തീരും. അതേസമയം ഒരു സ്ട്രെസ്സിലാണ് നമ്മൾ വർക്ക് ചെയ്യണമെങ്കിൽ പിന്നെ നമുക്ക് ഹെൽത്ത് ഇഷ്യൂസ്, ലൈഫിനോട് തന്നെ ഒരു ഭയങ്കര എന്താ പറയുക, ഒരു ബുദ്ധിമുട്ടൊക്കെ പോലെ എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ചാൽ മതി, അങ്ങനെയാവും. എല്ലാ ജോലിയും, ഏത് ജോലിയാണെങ്കിലും ചെറുതോ വലുതോ എന്താണെങ്കിലും നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ ജോലി ചെയ്യാൻ സാധിക്കണം. നമ്മൾ എത്രയൊക്കെ ജോലി ചെയ്തിട്ട് നമ്മളുടെ ഒരു അപ്രീസിയേഷൻ ഇല്ല, നമ്മൾ ചെയ്യാത്ത തെറ്റിന് പോലും നമ്മളെ വഴക്ക് പറയുന്ന ഒരു ഓഫീസിലാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നു, നിങ്ങൾക്ക് വേറെ ഒരു ജോലി കിട്ടാൻ സാധ്യതയില്ല, അല്ലെങ്കിൽ നോക്കിയിട്ട് കിട്ടുന്നില്ല, വേറെ നിവൃത്തി ഇല്ലാണ്ടാണ് ജീവിക്കണേ, അല്ലെങ്കിൽ അവിടെ ജോലി ചെയ്യുന്നത്, അങ്ങനെയൊക്കെ ഉള്ളവരാണ് ഈ വീഡിയോ കാണേണ്ടത്. ഓക്കെ, അങ്ങനെയുള്ള അവർക്കാണ് ഇത് കൂടുതലും നന്നാവുക. പിന്നെ ഇടയ്ക്കിടയ്ക്ക് മാറി വരുന്ന നല്ലതും ചീത്തയും ഒക്കെ ഉണ്ട്. ബാഡായിട്ടുള്ള ഒരു ഇത് വരുമ്പോൾ സങ്കടമാണ് അല്ലെങ്കിൽ വിഷമമാണെങ്കിലും നിങ്ങൾക്കിത് യൂസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഈ വീഡിയോയിൽ ഞാൻ 3 കാര്യങ്ങൾ പറയുന്നുണ്ട്. 1, നിങ്ങളുടെ ഓഫീസിൽ വെക്കാനുള്ള ഒരു കാര്യം. 2, ഒരു വലിയൊരു നല്ല സ്നേഹമായിട്ട്, നല്ല കോപ്പറേറ്റീവായിട്ട് കൊളീഗ്സും നിങ്ങൾക്ക് ഓഫീസിൽ നല്ലൊരു അറ്റ്മോസ്ഫിയർ ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ളൊരു സ്വിച്ച് വേർഡ്. 3, ഒരു മന്ത്രം. അപ്പോൾ അതുകൊണ്ടൊന്ന് സ്കിപ്പ് ചെയ്യണ്ട കേട്ടോ, പെട്ടെന്ന് ഞാൻ പറയാം. ആദ്യം ചെയ്യേണ്ടത്, നിങ്ങൾ എവിടെയാണോ ജോലി ചെയ്യാനിരിക്കുന്നത്, നിങ്ങളുടെ വർക്ക് ഡെസ്ക്, നിങ്ങളിരിക്കുന്ന ടേബിളിൽ ഒരു വളരെ ചെറിയ ഒരു ബൗൾ എടുത്തിട്ട് അതിൽ കുറച്ച് റോക്ക് സോൾട്ട്, കല്ലുപ്പും എടുക്കുക. അതിൻ്റെ കൂടെ കുറച്ച് കർപ്പൂരമായിട്ട് മിക്സ് ചെയ്ത് വെക്കുക. വലിയ ബൗളൊന്നും വേണ്ട, ഒരു ചെറിയൊരു കുഞ്ഞു പാത്രത്തിൽ നിങ്ങൾ വർക്ക് ചെയ്യണതിൻ്റെ അടുത്ത് വെച്ചിട്ടുണ്ടാവുക. അപ്പോൾ അത് നിങ്ങളുടെ നെഗറ്റിവിറ്റി, ആ ഒരു മോശം അറ്റ്മോസ്ഫിയർ, ഒരു സറൗണ്ടിങ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഗ്രാജുവലി അതിങ്ങനെ മാറ്റി കൊണ്ടുവരും. അപ്പോൾ അത് നിങ്ങൾ അങ്ങോട്ട് വെക്കുക. വളരെ ഒരു ചെറിയൊരു ബൗളിൽ വെച്ചാൽ മതി. കല്ലുപ്പം വെക്കുക, കർപ്പൂരം വെക്കുക. ഓക്കെ, അതാണ് വളരെ ഭയങ്കര മാജിക്കലി ഇത് റിസൾട്ട് ചെയ്യും കേട്ടോ. നിങ്ങൾ വെച്ച് നോക്കുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ. അപ്പം നിങ്ങളത് ചെയ്ത് നോക്കുക. ഇനി അടുത്തത് സ്വിച്ച് വേർഡാണ് പറയണേ. സ്വിച്ച് വേർഡ് എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞിട്ടില്ലേ, സ്വിച്ച് വേർഡ്സ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഓഫീസിലിരിക്കുമ്പോൾ ഒരു ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള ഒരു മനസ്സ് വരണു, നിങ്ങൾ കുറ്റപ്പെടുത്തുന്നതായിട്ട് ഫീൽ ചെയ്യണു, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആകെ വയ്യാത്തൊരവസ്ഥ വരണു, എല്ലാവരും മനസ്സിലാക്കാത്ത പോലെ ഫീൽ ചെയ്യണു, അങ്ങനെയൊക്കെ ആകുമ്പോൾ തന്നെ ആ സ്പോട്ടിൽ നിങ്ങൾക്ക് ഈ സ്വിച്ച് വേർഡ് ചൊല്ലാം. സ്വിച്ച് വേർഡ് വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് നിങ്ങൾക്ക് ഒന്നും ചൊല്ലാൻ പറ്റുന്നില്ല എങ്കിൽ നിങ്ങൾക്കതൊരു പേപ്പറിൽ എടുത്തിട്ട് എഴുതിക്കൊണ്ടിരിക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. പക്ഷേ ഇത് വർക്ക് ചെയ്യുന്നുള്ളതിൽ സംശയമൊന്നുമില്ല. അപ്പം ഞാൻ പറഞ്ഞു തരട്ടെ. സ്വിച്ച് വേർഡാണ് ഡിവൈൻ ലവ് ടുഗെദർ. നമ്മുടെ കൊളീഗ്സ്, നമ്മുടെ സഹപ്രവർത്തകർ തമ്മിൽ നല്ലൊരു ഐക്യവും കോപ്പറേഷനും ഒക്കെ ഉണ്ടാകാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന സൂപ്പറായിട്ടുള്ള സ്വിച്ച് വേർഡാണ് കേട്ടോ. ഡിവൈൻ ലവ് ടുഗെദർ ഒക്കെ നമ്മൾ പേഴ്സണൽ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ വരെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സ്വിച്ച് വേർഡാണ്. ഞാൻ എപ്പോഴും പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലേ, വേറൊരു വീഡിയോയിലൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി അതുപോലെ വേറൊരു മന്ത്രം ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ആ മന്ത്രം എന്തിനാന്ന് വെച്ചാൽ
ഇപ്പോൾ ഓഫീസിലൊക്കെ ഒരുപാട് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ചിലപ്പോൾ നമ്മളുടെ ഭാഗം കേൾക്കാൻ വേണ്ടിയിട്ട് നമ്മളത് ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ നമ്മുടെ മിസ്റ്റേക്ക് തന്നെയാണോ, അല്ലെങ്കിൽ നമ്മൾ പറയണ വിശ്വസിക്കാത്ത രീതിയിലൊക്കെ ഓഫീസിൽ ഇഷ്യൂസ് വരുമ്പോൾ നമ്മൾ മെൻ്റലി ഭയങ്കര പ്രശ്നത്തിലായിപ്പോവും. അപ്പം നമ്മുടെ ഭാഗത്ത് ന്യായമുണ്ടെങ്കിലും അത് കാണാൻ സാധിക്കുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ഈ മന്ത്രം ചൊല്ലാം. ഞാനൊരു പ്രോസസ്സ് പറയും, അതേപോലെ തന്നെ ചെയ്യുവാണെങ്കിൽ വളരെ വ്യക്തമായിട്ട് ഫലം ഉണ്ടാവും. അങ്ങനെ ഒരു സമാധാനക്കുറവുള്ളൊരു ദിവസം, അല്ലെങ്കിൽ നമ്മുടെ ഭാഗത്ത് ന്യായം അവരെ മനസ്സിലാക്കി കൊടുക്കണം എന്നുള്ളെങ്കിൽ ആ ഒരു ദിവസം ഒരു ഏലക്ക കയ്യിലെടുത്തിട്ട് ഓം സത്യ 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 വിജയതേ ഓം എന്ന മന്ത്രം 108 പ്രാവശ്യം ആ ഏലക്ക കയ്യിലെടുത്ത് ജപിച്ചിട്ട് നിങ്ങൾ ഓഫീസിൽ പോവുക. ഓഫീസിൽ പോകുന്നതിന് മുമ്പ് ആ ഏലക്ക നമ്മൾ വായിലിട്ട് ചവച്ച് കഴിക്കാൻ പറ്റുള്ള ചെറു കഴിക്കൂ, അല്ലെങ്കിൽ കുറച്ച് ചവച്ചിട്ട് കളയണമെന്ന് വെച്ചാൽ കളയും. അത് തൊലിയൊക്കെ കളയാം. ആ ഒരു സ്മെല്ല്, ആ ഒരു അതിൻ്റെ ഏലക്കയുടെ ഒരു പവർ നമ്മുടെ വായിൽ വരണം. അത് വളരെ ഡൈജസ്റ്റീവിനൊക്കെ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. ബാഡ് ബ്രീത്തിൻ്റെ ഇഷ്യൂസൊക്കെ മാറും. അത് സയൻസാണ്, അല്ല ഞാൻ പറഞ്ഞതാണ്. ആ മന്ത്രം ചൊല്ലുകയാണെങ്കിൽ നിങ്ങൾ ചെന്ന് പറയുന്ന കാര്യത്തിൻ്റെ എല്ലാ നന്മകളും അവർക്ക് മനസ്സിലാവുകയും ഗ്രാജുവലി നിങ്ങളുടെ ഓഫീസിലെ അറ്റ്മോസ്ഫിയർ ഏറ്റവും നല്ല രീതിയിലായി മാറുകയും ചെയ്യും. നിങ്ങൾക്ക് ഫേവറബിളായിട്ട് അവർ നിൽക്കുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. ഓക്കെ, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചിട്ട് വേണം ചെയ്യാൻ കേട്ടോ. അപ്പോൾ ഇന്ന് പറഞ്ഞ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഏറ്റവും നല്ല രീതിയിൽ ജോലി ചെയ്യാനും ഓഫീസിൽ വളരെ ഹാപ്പി ആയിട്ട് എല്ലാ വർക്കും ചെയ്ത് ഹാപ്പി ആയിട്ട് ആ പകലുകൾ മാറ്റിത്തീർക്കാനും സാധിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ നിങ്ങളുടെ ലൈഫിലെ സക്സസ് ആൻഡ് ഹാപ്പി ലൈഫിന് വേണ്ടിയിട്ടുള്ള ടിപ്സ് ആൻഡ് ട്രിക്സ് ആയിട്ട് ഞാൻ വീണ്ടും വരാം. അപ്പോൾ ഇന്ന് ഇത്രേ പറയാനുള്ളൂ. അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ സ്റ്റേ ബ്ലെസ്ഡ് ഓൾവേസ്. താങ്ക് യു.